ഹായ് ഫ്രണ്ട്സ്, ബട്ടർഫ്ലൈ ഡിവൈൻ 111 യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് ഒന്ന് എടുക്കാം. ഓക്കെ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കും. പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, നിങ്ങളോടുള്ള എന്ത് ഫീലിങ്സ് ആണ് ഇപ്പോൾ പേഴ്സൻ്റെ മനസ്സിലുള്ളത് നമുക്കൊന്ന് നോക്കാം. ഡിവൈൻ പ്ലീസ്, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ് എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സാണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ലവേഴ്സ് കാർഡാണ് ആദ്യം തന്നെ നമുക്ക് കിട്ടിയിരിക്കുന്നത്. നമുക്ക് ലവേഴ്സ് കാർഡിനെ ക്ലാരിഫൈ ചെയ്യുന്നതിന് 2 കാർഡ് എടുക്കാം, എന്നിട്ട് ലാസ്റ്റ് പറയാം കേട്ടോ. ബോട്ടം വന്നിരിക്കുന്നതിലേക്ക് പേജ് ഓഫ് കപ്സ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം കിട്ടിയേക്കുന്ന കാർഡ് ലവേഴ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെ ആത്മാർത്ഥവും ഡീപ്പായിട്ടുള്ള ലവ് ആണുള്ളത്. നിങ്ങൾ പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം ഡീപ്പായിട്ട് പരസ്പരം ഇഷ്ടപ്പെടുന്ന 2 വ്യക്തികളാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് വളരെയധികം ജെനുവിനായും ഡീപ്പായിട്ടുള്ള സ്നേഹം ഉണ്ട്. വളരെ ആത്മാർത്ഥമായ പ്രണയത്തിൽ മാത്രമേ ഈ ലവേഴ്സ് കാർഡ് വരാറുള്ളൂ. പേഴ്സണ് ഒരുപാട് ഉത്തരവാദിത്വങ്ങളും ഒരുപാട് തിരക്കുകളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളുടെ പേഴ്സൺ. കണ്ടില്ലേ, അവർക്ക് ഒരുപാട് ഓപ്ഷൻസും അവർക്കുണ്ട്. പക്ഷേ അവർക്ക് അവരുടെ ആ ഓപ്ഷനുകളിലെല്ലാം അവർക്ക് നിങ്ങളാണ് പ്രധാനപ്പെട്ട ആൾ. ലവേഴ്സ് നിങ്ങളോടാണ് അവർക്ക് എന്തുള്ളത്, ജെനുവിനായ സ്നേഹമുള്ളത്. നിങ്ങളുമായിട്ട് 10 ഓഫ് കപ്സ് ആണ് അവർ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഒരു പക്ഷേ ഈ കാണുന്നത് നിങ്ങളുടെ ഹസ്ബൻഡിന് വേണ്ടിയോ വൈഫിന് വേണ്ടിയോ ഒക്കെ ആയിരിക്കാം. നിങ്ങൾ ഹസ്ബൻഡ്, വൈഫ്, കുട്ടികളൊക്കെ ആയിട്ട് വളരെ സന്തോഷകരമായൊരു ജീവിതമായിട്ട് നിങ്ങളുമായി മുന്നോട്ട് പോകണമെന്നാണ് നിങ്ങളുടെ പേഴ്സണ് അതിയായി ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ അവർക്ക് എത്ര തിരക്കാണേലും സാഹചര്യങ്ങളും ഓപ്ഷൻസ് എല്ലാം ഉണ്ടെങ്കിലും അവർക്ക് നിങ്ങൾ തന്നെയാണ് പ്രധാനപ്പെട്ട ആൾ. പിന്നെ അവർക്കൊരു ജഗ്ലിംഗ് സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. അത് അവർക്ക് ഒരു പക്ഷേ അവരുടെ ജോലി സംബന്ധമായിട്ടുള്ളതാകാം. നിങ്ങളുമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഓർത്തിട്ടൊക്കെ ആയിരിക്കും അവർക്ക് രാത്രിയിൽ ഉറക്കം നഷ്ടപ്പെടുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് കാണിക്കുന്നത്. പിന്നെ അദ്ദേഹം എന്ന് പറയുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും വളരെ അതോറിറ്റേറ്റീവായിട്ടുള്ള ഒരു പൊസിഷനിൽ ജോലിയുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം വളരെ കിങ് ഓഫ് വാൺസ് ആണ്. അപ്പം വളരെ പവർഫുള്ളായൊരു പൊസിഷനിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. സമൂഹത്തിൽ എല്ലാവരും ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. ഇവിടെയും കണ്ടില്ലേ, ഏസ് ഓഫ് കപ്പ്. ഏസ് ഓഫ് കപ്പ് എന്ന് പറയുമ്പം വളരെയധികം സ്നേഹം, വഴിഞ്ഞൊഴുകുന്ന സ്നേഹമാണ് നിങ്ങളോടുള്ളത്. നിങ്ങൾ നോക്കിയേ, 7 ഓഫ് കപ്പ്, 10 ഓഫ് കപ്പ്, നോക്കിയേ ഏസ് ഓഫ് കപ്പ്, ദേ പേജ് ഓഫ് കപ്സ്. എന്തൊരു സ്നേഹമാണോ, ഭയങ്കര സ്നേഹമാണല്ലോ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഭയങ്കര സ്നേഹമാണ്. പിന്നെ നോക്കിയേ 2 ഓഫ് വാൺസ്. 2 ഓഫ് വാൺസ് ആണ്. കണ്ടില്ല, അവർക്ക് എത്ര തിരക്കുണ്ടെങ്കിലും അവർ ജഗ്ലിംഗ് സിറ്റുവേഷൻസ് അവർക്ക് വേറെയും. അപ്പോൾ ഇത് കാണുന്നവർ മാരീഡുമായിട്ടുള്ള പേഴ്സൺസും ഇതിനകത്തും ഉണ്ടായിരിക്കാം.
എന്നിട്ടും അവർ നിങ്ങളെക്കുറിച്ചാണ്, ഈ വാണ്ട് നിങ്ങളാണ്, നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. അപ്പുറത്തെ കയ്യിലിരിക്കുന്ന പെൻറ്റുക്കളാണ്. അപ്പം നിങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാണ്, എന്ത് ചെയ്യണമെന്നുള്ള ചിന്തയിലാണ്. ഇനി ഇത് നോക്കിയേ, പേജ് ഓഫ് സോഡ്സ്, ജാഗ്രതയാണ് അല്ലേ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ ആ ഈ ഒരു ബന്ധത്തിൽ ഒരു പ്രശ്നവും ഉണ്ടാകാതെ സൂക്ഷ്മമായി വളരെ നല്ലതായ രീതിയിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നും, അതുപോലെ തന്നെ മറ്റുള്ളവരോ തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഒന്നും ഉണ്ടാകാതെ വളരെ സൂക്ഷിച്ച് ജാഗ്രതയോടുകൂടി ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണമെന്നുമാണ് ഈ കാർഡ് പറയുന്നത്. അവരതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത്. പിന്നെ നമുക്ക് വന്ന് നോക്കിയേ, പേജ് ഓഫ് കപ്പ്, നിഷ്കളങ്കവും വളരെ മനോഹരമായ ഒരു കാർഡാണിത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങളോടുള്ള ഫീലിങ്സ് മനസ്സിലായില്ലേ? വളരെ നല്ല ജെന്യുവനായിട്ടുള്ള ആത്മാർത്ഥമായ ഡീപ്പായിട്ടുള്ളൊരു സ്നേഹമാണ് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പേഴ്സണുള്ളത്. വളരെ വിശ്വസ്തതയുള്ള ഒരു പേഴ്സണാണ്. ഇതിനകത്ത് യാതൊരു ചീറ്റിങ്ങിൻ്റെ കാർഡോ അല്ലെങ്കിൽ വളരെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒന്നും തന്നെ കാണുന്നില്ല. വളരെ മനോഹരമായൊരു റീഡിംഗ് ആയിരുന്നു ഇത്. താങ്ക് യു.